ചെങ്ങായിമാരെ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുഴൽമന്ദം ചന്തയിലേക്കാണ്. കുഴൽമന്ദം ചന്തയിൽ ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ വളർത്തുകുട്ടികൾ വന്നിട്ടുണ്ട്. പോത്തിൻകുട്ടികളാണ് ഈ ആഴ്ചയിൽ ധാരാളമായിട്ട് വന്നിട്ടുള്ളത്. കൂടുതലായിട്ട് നമ്മൾ പോത്തിൻകുട്ടികളെ തന്നെയാണ് ഈ ആഴ്ച ഫോക്കസ് ചെയ്തിട്ടുള്ളതും. മറ്റു കന്നുകാലികളും വന്നിട്ടുണ്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇവിടെ ഈ ഭാഗത്തേക്ക് അത്യാവശ്യം വലിയ പോത്തിൻകുട്ടികളാണ്. ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള പോത്തിൻകുട്ടികൾക്കൊക്കെ ചന്തയിൽ ഏകദേശം 35,000 രൂപ മുതൽ 45 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. ഒരു ഇടത്തരം വലുപ്പത്തിനുള്ള പോത്തിൻകുട്ടികളാണ്. നമുക്ക് അടുത്ത പെരുന്നാളിനൊക്കെ വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികൾ. ഇവിടെ ഈ ഭാഗത്ത് അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ പോത്തിൻകുട്ടികളാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഏകദേശം ഒരു 10 മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. ഈ കാണുന്ന പോത്തിൻകുട്ടികൾക്കൊക്കെ ഏകദേശം 30 രൂപ മുതൽ 36 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. ചന്തയിൽ അവർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ചന്തയിൽ കൊടുക്കേണ്ട വിലകളല്ല, അവർ ചന്തയിൽ ചോദിക്കുന്ന വിലകളാണ് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കാളക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള കാളക്കുട്ടികൾക്കൊക്കെ ഏകദേശം 18,000 രൂപ മുതൽ 26,000 രൂപ വരെയാണ് വില ചോദിക്കുന്നത്. ഈ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം ഒരു 4 മാസം മുതൽ 7 മാസം 8 മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഒരെണ്ണം അവിടെ മാറ്റി കെട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വലുപ്പമുണ്ട്. ഏകദേശം ഒരു 10 മാസത്തിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിയാണ്. ഈ കാണുന്ന കുട്ടിക്കൊക്കെ 29 രൂപ 30 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ചന്തയിൽ അവർ ചോദിക്കുന്ന വില നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് എച്ച് എഫ് ജേഴ്സി ക്രോസ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. കൂടുതലും കറവ പറ്റിയതും ചെന പിടിക്കാത്തതൊക്കെ ആയിട്ട് ഫാമുകളിൽ നിന്ന് ഒഴിവാക്കുന്ന പശുക്കളാണ്. പാലിന്റെ അളവൊക്കെ കുറയുമ്പോൾ ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന രീതിയിലുള്ള പശുക്കളാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടുള്ളത്. കൂടുതലും ഇറച്ചി ആവശ്യത്തിന് പോകുന്ന രീതിയിലുള്ള പശുക്കളാണ്. ചിലതൊക്കെ വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പശുക്കളുണ്ടാവും. ചെറിയ തോതിൽ കറവ എന്ന് ഉദ്ദേശിച്ചത് ഏകദേശം ഒരു 3 ലിറ്ററോ 4 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള പശുക്കളാണ് ഈ കൂട്ടത്തിൽ കൂടുതലായിട്ടുള്ളത്. ചിലത് 1-2 എണ്ണൊക്കെയാണ് കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 എണ്ണൊക്കെ 7 ലിറ്ററോ 8 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള പശുക്കളുണ്ട്. കൂടുതൽ പാല് കിട്ടുന്ന പശുക്കൾക്കൊക്കെ ഏകദേശം ഒരു 45 രൂപ 50 രൂപ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. മറ്റ് കന്നുകാലികൾക്കൊക്കെ ഏകദേശം ഒരു 38 35 ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികൾക്ക് മീറ്റിന് കിട്ടുന്ന അളവിനനുസരിച്ചതൊക്കെയാണ് വില പറയുന്നത്. ഇറച്ചി കന്നുകൾക്കൊക്കെ ആ ലെവലിലാണ് അവർ വില ചോദിക്കുന്നത്. ഇത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ആ വലിയ പോത്തുകൾ പറഞ്ഞാൽ ഏകദേശം ഒരു വയസ്സിന് മുകളിലൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ്. ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം 35-37 രൂപ മുതൽ 45 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ്. നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. മുറ ക്രോസ് എന്നൊക്കെ പറഞ്ഞ് ഫാമുകളിലൊക്കെ തൂക്കി കൊടുക്കുന്ന അതേ ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ചന്തയിൽ വരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് 2 വളർത്ത് കാളക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കാളക്കുട്ടി, ഒരെണ്ണം പശുക്കുട്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള 2 കുട്ടികളാണ്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം അവർ ചോദിക്കുന്ന വില 26 രൂപ 28 രൂപ റേഞ്ചൊക്കെയാണ് ഓരോന്നിന് വില ചോദിക്കുന്നത്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം ഒരു 22 23 ആ റേഞ്ചൊക്കെ കൊടുത്താൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് ചോദിച്ചിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് കാങ്കറേജിന്റെ ബ്രീഡ് പെട്ടതും കാങ്കറേജ് ക്രോസ് ബ്രീഡൊക്കെ പെട്ടതുമായിട്ടുള്ള ഒരു 4 കന്നുകളെ കെട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ക്രോസ് ആണ്, 3 ഏകദേശം ഒരു കാങ്കറേജിന്റെ ഒരു 90% ഒറിജിനൽ ബ്രീഡാണ്. വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉണ്ട്. ഒരെണ്ണം വലിയ ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല. 4 കന്നുകളുണ്ട്. അതിൽ 3 അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കന്നുകളാണ്. 4 ഇവിടെ ഒരു സൈഡിൽ മാറ്റി കെട്ടിയിരിക്കുകയാണ്. ചന്തയിൽ കച്ചവടം നടക്കുന്ന ഭാഗത്തല്ല, വേറൊരു സൈഡിൽ മാറ്റി കെട്ടിയിരിക്കുകയാണ്. കച്ചവടം കഴിഞ്ഞ കന്നുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇനി വേറെ എവിടെ ഏതെങ്കിലും ചന്തകളിൽ കയറ്റിയിട്ട് വിൽക്കാനുള്ള കന്നുകളാണെന്ന് അറിയില്ല. നമ്മൾ അതിന്റെ മേടിച്ച ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് സവാരി വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാളകൾ, കാങ്കേയം ബ്രീഡപ്പെട്ടുള്ള കാളകളാണെന്ന് തോന്നുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ സവാരി വണ്ടികൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന കാളകളാണ്. ഇപ്പൊ സവാരി വണ്ടികൾക്കൊന്നും ആരും ഉപയോഗിക്കുന്നില്ല.
ആ കാണിച്ച കാളകൾക്കൊക്കെ ഏകദേശം 80 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ഓങ്കോളിന്റെ ബ്രീഡ്പ്പെട്ടുള്ള കാളക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള കാളക്കുട്ടികൾ ചെറുതും വലുതൊക്കെ മിക്സഡ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഏകദേശം 35,000 രൂപ മുതൽ 45 രൂപ വരെയാണ് അവിടെ കെട്ടിയ ഓങ്കോൾ കാളക്കുട്ടികൾക്ക് വില ചോദിച്ചത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 7 മാസം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് പോത്തിൻകുട്ടികളെയാണ് അവിടെ ആ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഈ ലൈനിലും കുറച്ച് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 10 മാസം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. പോത്തിൻകുട്ടികൾ ഈ ആഴ്ച ധാരാളമായിട്ട് വരുന്നുണ്ട്. പോത്തിൻകുട്ടികളെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ഭാഗത്ത് നല്ല രീതിയിൽ തിരക്കുണ്ട്. ഒരുപാട് ആളുകൾ മേടിക്കാനും ഇപ്പൊ വരുന്നുണ്ട്. ചന്തയിൽ പെരുന്നാളിന്റെ ആ ടൈമിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വില കൂടുതലാണ് ഇപ്പോഴും. പെരുന്നാൾ കഴിഞ്ഞാൽ വില കുറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഇതുവരെ വില കുറഞ്ഞിട്ടില്ല. പെരുന്നാളിന് ഉണ്ടായിരുന്നതിനേക്കാൾ വില കൂടുതലായിട്ടാണ് ഇപ്പൊ നമുക്ക് ചന്തയിൽ വരുമ്പോൾ തോന്നുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ, വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത കുട്ടികളൊക്കെ ചന്തയിൽ വരുന്നുണ്ട്. ഫാമുകളിൽ 210, 220 ആ റേഞ്ചൊക്കെ തൂക്കിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ലൈവ് 210, 220 ആ റേഞ്ചൊക്കെയാണ് ഫാമുകളിൽ വില ചോദിക്കുന്നത്. ആ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്തയിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദായത്തിന് കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ തിരഞ്ഞെടുത്തിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് മേടിക്കാൻ കഴിയണം. ചന്തയിൽ പറയുന്ന വിലയേക്കാൾ 10-2000 ഒക്കെ താഴ്ത്തിയിട്ട് മേടിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ ആയിരിക്കും. അങ്ങനെ എടുക്കുന്നവർക്ക് ഫാമുകളിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ആദായം. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം 34,000, 35,000 രൂപ മുതൽ 45 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ഭംഗിക്കൊക്കെ അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ആളും തരം നോക്കിയിട്ടൊക്കെ വില പറയും. പരിചയക്കാർക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കും, കച്ചവടക്കാർക്ക് അങ്ങനെ കൊടുക്കും. ചന്തയിൽ ആദ്യമായിട്ട് വരുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ അപ്പൊ തന്നെ അവർക്ക് ചന്തയിൽ കച്ചവടക്കാർക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് വില കൂട്ടിയിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ ചന്തയിൽ ആദ്യമായിട്ട് വരുമ്പോൾ പരിചയമുള്ള ആരെങ്കിലൊക്കെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഏകദേശം 16 രൂപ മുതൽ 20 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ തമിഴ്നാടൻ കുട്ടികളാണ്. ഈ കാണുന്നതൊക്കെ ആന്ധ്ര കുട്ടികളാണ്. ഇതിൽ മുറ ക്രോസും ഉണ്ടാവും. ആന്ധ്ര ബ്രീഡാണ് കൂടുതലായിട്ട് ഈ കാണുന്ന കൂട്ടത്തിലുള്ളത്. ഈ കാണുന്ന കൂട്ടത്തിലും നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഏകദേശം ഒരു 8 മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഈ കാണുന്ന കുട്ടികൾക്ക് 20,000, 22,000 രൂപ മുതൽ 30, 32 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. ചെറുതും വലുതൊക്കെ മിക്സഡ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ചെറിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ചെറിയ കുട്ടികളും ധാരാളമായിട്ട് ചന്തയിൽ വരുന്നുണ്ട്. ചെറിയ കുട്ടികൾ 10,000 രൂപക്ക് താഴെ കിട്ടുന്ന കുട്ടികളൊക്കെ ചന്തയിൽ ഇപ്പൊ വരുന്നുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. ഇപ്പൊ 10,000 രൂപക്ക് താഴെയുള്ള കുട്ടികളൊന്നുമില്ല. ഇതിനൊക്കെ 16 രൂപ, 17 രൂപ ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ബാർഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12, 13 ആ റേഞ്ചിലൊക്കെ കിട്ടും. 10 രൂപക്ക് താഴെയൊന്നും ഇപ്പൊ കുട്ടികളെ ഒന്നും കിട്ടില്ല, പോത്തിൻകുട്ടികളെ കിട്ടില്ല. ധാരാളം പോത്തുകൾ ഈ ആഴ്ചയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ പോത്തുകൾ കെട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ നല്ല ക്വാളിറ്റിയുള്ള പോത്തുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതും ആന്ധ്ര കുട്ടികൾ തന്നെയാണ്. ചുവന്ന കയറ് കെട്ടിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇതേപോലെയുള്ള പോത്തിൻകുട്ടികൾ തന്നെ ചുവന്ന കയറും കെട്ടിയിട്ട് ഫാമുകളിലൊക്കെ തൂക്കി വിൽക്കുന്നത്. എല്ലാം അതേ ക്വാളിറ്റി എന്ന് പറയുന്നില്ല. ഇതേപോലെ ചന്തകളിൽ നിന്ന് ആളുകൾ തിരഞ്ഞെടുത്ത് മേടിച്ചിട്ട് തന്നെയാണ് അവിടെ ഫാമുകളിൽ തൂക്കി വിൽപ്പന നടത്തുന്നത്. എല്ലാവരും ഒരേ ചന്തകളിൽ നിന്ന് തന്നെ, ആന്ധ്ര, ഹരിയാന പോലെയുള്ള ചന്തകളിൽ അവിടെ പോയിട്ട് ചന്തകളിൽ നിന്ന് തന്നെയാണ് ഫാമുകാരും ഇവിടെ കൊണ്ടുവരുന്ന കച്ചവടക്കാരും ഒക്കെ കന്നുകാലികളെ കൊണ്ടുവരുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് HF-ന്റെ പശുക്കുട്ടികൾ കൊണ്ടുവന്നിട്ട് 2 ചെറുതും ബാക്കി 2 വലുതുമാണ്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 35-40 രൂപയാണ് വില ചോദിക്കുന്നത്. ആ 2 ചെറുത് 35-40 ആ റേഞ്ചാണ് വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ കച്ചവടവും നടക്കുന്നുണ്ട്. ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുള്ള കന്നുകാലികളുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കൂടുതലും പോത്തിൻകുട്ടികളാണ് കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.